അങ്ങനെ വാർത്താപൂക്കളത്തിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് വീണ്ടും നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഓണത്തിന്റെ വിശേഷങ്ങളാണ് ഇന്ന് മുഴുവൻ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ അനുഭവങ്ങൾ വേണമെങ്കിൽ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലൂടെ നിങ്ങൾക്ക് കമന്റ്സ് ആയിട്ട് തീർച്ചയായും തത്സമയം നിങ്ങൾ കാണുന്നുണ്ട് എന്ന് കരുതുന്നു. എന്തോ പറഞ്ഞു നേരത്തെ, ഈ നമ്മളിപ്പോ പെട്ടെന്ന് പോയല്ലോ, ഒരു 1.5 മണിക്കൂർ ഇടവേള വന്നല്ലോ. ആ സമയത്ത് ഗ്രീഷ്മ എന്നോട് അവിടെ പറഞ്ഞു, ആരോ നമ്മളെ സ്റ്റുഡിയോ ഒന്ന് പാടുന്നു. ഇവിടെ ആരോ പാടിയത്, ആരാണ് പെർമിഷൻ ഇല്ലാതെ പാട്ട് പാടിയെന്ന് ഞങ്ങൾ ആദ്യം ചോദിച്ചത്. ആരോ പാടിയിട്ടുണ്ട്. ശരിക്കും സങ്കടം തീർത്തതാ. കാരണം നമ്മുടെ ഒരു ഓണാഘോഷം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പൊ ഈ ഓണാഘോഷത്തിന്റെ സമയത്ത് നമുക്ക് അവിടുത്തെ ചെറിയ രാജേഷും അഭിഷേകും കൂടി ഒരു വലിയ ഡുവറ്റ് ഒക്കെ പാടി അതിന്റെ പ്രാക്ടീസ് ഇവിടെ നമ്മുടെ പീസറിലിരിക്കുന്ന ലിജുവേട്ടനായിട്ടും നടത്തിയത്. തീർച്ചയായും വാർത്ത 5 മണിയുടെ വാർത്ത തന്നെയാണ് ഓടി പോരേണ്ടി വന്നു. അല്ല, അത് മാത്രല്ല അഭിജിത്ത് നമ്മളോട് പറഞ്ഞൊരു കാര്യം, അതായത് എനിക്ക് ഇത്ര ഓഡിയൻസ്, കുറച്ച് ഓഡിയൻസ് വേണം എന്നുള്ളത്. ഞങ്ങളെ കുറച്ച് റോഡിൽ നിന്നൊക്കെ ആൾക്കാരെ വിളിച്ചു വരുത്താൻ നോക്കുന്നു. ഞങ്ങൾക്ക് ഒരു കാര്യം അറിയാം, എന്താന്ന് വെച്ചാൽ ഓണമാണ്. അപ്പം ഒരുവിധം ആൾക്കാരൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ഇത്രയോ ഓഡിയൻസിന് മുന്നിൽ അഭിജിത എന്തായാലും പാടും. ഇനി ഓഡിയൻസ് ഇല്ല എന്നുള്ളത് പറയില്ലല്ലോ അഭിജിത എന്തായാലും. ഏതായാലും കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ ജില്ലയുടെ ആ ഭാഗത്തും വയനാട് ടെറിട്ടറിയിലൊക്കെ പെട്ട ഞങ്ങളെ മുഴുവൻ പ്രേക്ഷകരും ഞങ്ങളെ ഖേദം ഞങ്ങൾ പാടി തീർക്കാണ്. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി, ഈ പൂവിളിയിൽ മോഹപ്പൊന്നിൻ മുത്തായി മാറ്റും പൂവഴിയിൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി. വാർത്ത പറയണ്ടേ? അല്ല, പാട്ടിനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടാണ് നമ്മൾ ഈ കോർപ്പറേഷൻ. അപ്പൊ പാടി ചിലപ്പോ അങ്ങോട്ട് പോകും, വാർത്ത അവിടെ നമ്മൾ മറന്നു പോകും. അതിന്റെ അടുത്ത വാർത്തയിലേക്ക് നോക്കൂ. ലൈവ് സ്വിച്ച് ചെയ്യുന്ന ടീം കംപ്ലീറ്റ് തലയൊക്കെ കുലുക്കി പാട്ടാ. പക്ഷെ നമ്മളെ ചാനൽ കോർഡിനേറ്റർ ലിജു അഗസ്റ്റൻ മാത്രം കടിച്ച കണ്ടോ പാട്ട് നിർത്താനാ പറഞ്ഞത്. നമ്മൾ ചോദിച്ചോട്ടെ, ഈ ദൂരെ നിൽക്കുന്നൊക്കെ ആളുകൾ ഓണത്തിനൊക്കെ വരുന്ന സമയത്ത് ഇപ്പം കുറെ വലിയ പ്രയാസങ്ങൾ, ഇപ്പൊ അവര് പറയും ട്രെയിനിൽ തിരക്കാണ്, ബസ് ബുക്കിംഗ് ഫില്ലായി പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പം ചില ആളുകളൊക്കെ ദില്ലിയിലൊക്കെ ഉള്ള ആളുകൾ ഈ നമ്മളെ ഡൊമസ്റ്റിക് എയർലൈൻസിനൊക്കെ വരേണ്ട ഒരു അവസ്ഥ കൂടി വലിയ ചാർജ് ഇതാക്കിയിട്ട്. അപ്പൊ അത്തരം എക്സ്പീരിയൻസ് കൂടി നമുക്ക് പ്രേക്ഷകരോട് ഓണത്തിന് പറയാം. അതെ, പക്ഷെ ആ ഒരു അവസ്ഥ ഏറ്റവും കൂടുതൽ പറയാൻ പറ്റിയ ഒരു വ്യക്തിയാണ് ഗ്രീഷ്മ. കാരണം ഗ്രീഷ്മന്റെ ഹസ്ബൻഡ് പറയുന്ന എപ്പോഴും പുറത്ത് പോയി സഞ്ചരിച്ച് വരുന്നതാണ്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ഏറ്റവും കൂടുതൽ പറയാണ്ടാവുക ഗ്രീഷ്മയ്ക്കായിരിക്കും. അപ്പൊ ഗ്രീഷ്മ തന്നെ ആ ഒരു വാർത്ത വേണമെങ്കിൽ പ്രേക്ഷകർ. എനിക്ക് പറയാൻ വേറൊന്നുമല്ല, ഈ ഓണത്തിന് നമ്മൾക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് കൂടണമെന്നാണ് ആഗ്രഹം. ഈ ഓണത്തിന് ഹസ്ബൻഡ് ഇല്ലാതെ ഓണം ആഘോഷിക്കേണ്ടി വരുമോ? ഹസ്ബൻഡ് ചെന്നൈയിൽ മീറ്റിങ്ങിന് പോയിരിക്കുകയായിരുന്നു, എത്തൂലേ എന്നൊക്കെയുള്ള ടെൻഷനിലായിരുന്നു ഞാൻ. കാര്യം 1 മാസം മുന്നേ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് കൺഫേം ആയിട്ടില്ല. അപ്പൊ ബസ് കയറി വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബസ്സിന് നോക്കിയ സമയത്ത് എത്ര റേറ്റ് എന്ന് ഞാൻ പറയുന്നില്ല, അവർക്ക് കിട്ടിയ ചാൻസ് ആണ്. അപ്പൊ അവര് എങ്ങനെയോ അത് മുതലാക്കും. അപ്പം വരും, ടിക്കറ്റ് കിട്ടും എന്നൊക്കെ ഉള്ളത് പ്രതീക്ഷയിലായിരുന്നു ഞാൻ. അപ്പൊ എന്തായാലും കിട്ടി, ആളെത്തിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു സന്തോഷമുണ്ട്. പിന്നെ നമുക്ക് കൂടാതെ തന്നെ റെയിൽവേ ഈ ഒരു സമയത്ത് അധിക കോച്ചുകൾ അനുവദിച്ചിട്ടുണ്ട്. അധിക കോച്ചുകൾ നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്. ഞാൻ ഒരു കണ്ട കാര്യം പറഞ്ഞോട്ടെ, വളരെ ഗ്രാമീണ ഭാഷയിൽ നാട്യങ്ങളൊന്നുമില്ല ഗ്രീഷ്മ പറയുന്ന സമയത്ത് അഭിജിതക്ക് ഒരു വാർത്ത വായിക്കാൻ വല്ലാതൊരു ടെൻഡൻസി കൂടുന്നുണ്ട്. കാരണം ഇവിടെ വാർത്ത നമ്മൾ വായിച്ചില്ല, നമ്മൾ വാർത്തക്കാരല്ല. നിങ്ങളെ കുടുംബത്തിൽ ഈ ഓണക്കാലത്ത് നിങ്ങളെ കുടുംബത്തിലേക്ക് നിങ്ങളെ ഹൃദയത്തിലേക്ക് ഞങ്ങൾ 4 പേരും ചേക്കേറിയില്ല. കാരണം ഇവിടെ നാട്യങ്ങളില്ല, ഞങ്ങളെ വാർത്തയുടെ ഒരു ഭാഷ ഞങ്ങൾ ഉപയോഗിക്കുന്നത്. പക്ഷെ അഭിജിതക്ക് ഈ ട്രെയിനിലെ തിരക്ക് ഒരു വാർത്താ രൂപത്തിൽ വായിക്കണം എന്നുള്ള ആ ത്വരയുണ്ട്, അത് പൊളിക്കുന്നില്ല. ആ ന്യൂസ് അങ്ങനെ തന്നെ പ്രശ്നം. വാർത്തയുടെ ടോൺ ഒന്ന് വായിച്ചൊന്ന് കേൾക്കട്ടെ. ഓണക്കാലത്ത് ട്രെയിനുകളിലെ തിരക്ക് കണക്കിലെടുത്ത് അധിക കോച്ചുകൾ അനുവദിച്ച് ദക്ഷിണ റെയിൽവേ. സ്പെഷ്യൽ ട്രെയിനുകൾക്ക് പുറമെ 4 ട്രെയിനുകളിലാണ് അധിക കോച്ചുകൾ അനുവദിച്ചിരിക്കുന്നത്. ഓണക്കാലത്ത് തിക്കി യാത്ര ചെയ്യേണ്ടി വരില്ല എന്നാണ് പ്രതീക്ഷ. തീർച്ചയായും എന്തൊരു സന്തോഷം, ഒരു വാർത്തയുടെ ടോൺ കൂടി വന്നു. അതെങ്ങനെയായാലും നമുക്ക് ആ ഒരു ടോൺ ഓൾറെഡി ഒരു ഈവൻ ന്യൂസ് പേപ്പർ വായിച്ചാലും കൂടി നമ്മളിപ്പോ ആ വാർത്തയുടെ ടോണിലേ വായിക്കുള്ളൂ. നമ്മൾ തീർച്ചയായും ആ വാർത്ത കണ്ടു തിരികെ എത്താം. ട്രെയിൻ യാത്രികർക്ക് ദക്ഷിണ റെയിൽവേ ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു വാർത്ത എത്തിക്കുകയാണ്. നാട്ടിലെത്താൻ ഇനി തിക്കി തിരക്കേണ്ട. ഓണത്തിന് കൂടുതൽ കോച്ചുകളുമായി
റെയിൽവേ രംഗത്തെത്തി. ഓണക്കാലത്ത് ട്രെയിനുകളിലെ അധിക തിരക്ക് കണക്കിലെടുത്ത് കൂടുതൽ കോച്ചുകൾ അനുവദിച്ചുകൊണ്ടാണ് ദക്ഷിണ റെയിൽവേ ഉത്തരവിറക്കിയത്. 4 ട്രെയിനുകളിലാണ് അധിക കോച്ചുകൾ അനുവദിച്ചിരിക്കുന്നത്. അധിക കോച്ച് അനുവദിച്ച ട്രെയിനുകൾ ഇങ്ങനെയാണ്: തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി എക്സ്പ്രസ്, കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ്, തിരുവനന്തപുരം കണ്ണൂർ ജനശതാബ്ദി എക്സ്പ്രസ്, കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ് എന്നിങ്ങനെയാണ് അധിക കോച്ചുകൾ അനുവദിച്ച ട്രെയിനുകൾ. ഓണക്കാലത്ത് 10 സ്പെഷ്യൽ സർവീസുകളാണ് ഷൊർണൂർ, കണ്ണൂർ, കൊല്ലം, കൊച്ചുവേളി നഗരങ്ങളെ ബന്ധിപ്പിച്ച് ദക്ഷിണ റെയിൽവേ നടത്തുന്നത്. ഗോവ, മംഗളൂരു, വേളാങ്കണ്ണി, ബംഗളൂരു, വിശാഖപട്ടണം, കൊൽക്കത്ത എന്നിവിടങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് ഉത്സവകാല ട്രെയിനുകളുണ്ട്. ബംഗളൂരുവിൽ നിന്നുള്ള എറണാകുളം ജംഗ്ഷൻ, യലഹങ്ക, ഗോവയിൽ നിന്ന് പാലക്കാട് വഴിയുള്ള മഡ്ഗാവ് ജംഗ്ഷൻ, വേളാങ്കണ്ണി സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് ഇന്നലെ അവസാനിപ്പിച്ചു. ചിലത് നവംബർ വരെ സർവീസ് നടത്തുമെന്നതിനാൽ ഓണത്തിന് ശേഷമുള്ള യാത്രാ തിരക്കിനും പരിഹാരമാകും. ഓണം സ്പെഷ്യൽ ട്രെയിനുകളിലേക്കുള്ള ടിക്കറ്റ് ബുക്കിംഗും ആരംഭിച്ചു കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അപ്പൊ രാജേഷ്, നമ്മൾ ഈ ട്രെയിനിന്റെ വാർത്തയ്ക്കാണ് നമ്മളിപ്പോ കണ്ടത്. എന്നാ നമുക്കൊന്ന് തിരിച്ചൊന്ന് പൂക്കളത്തിലേക്ക് നമ്മൾ തിരിച്ചു പോയാലോ? അതായത് വർണ്ണക്കാഴ്ചകൾ. അപ്പൊ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, അതായത് നമ്മൾ ആദ്യത്തെ സെഗ്മെന്റില് ഈ നാടൻ പൂക്കൾ ഇപ്പോൾ കൃഷി ചെയ്ത് വരുന്നുണ്ടെന്ന്. അതിപ്പം കുടുംബശ്രീ കൂട്ടായ്മയൊക്കെയാണ്. അതെ, പക്ഷെ ഈ കുടുംബശ്രീ കൂട്ടായ്മ കൂടെ തന്നെ ഒരു വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ പറയണ ഇപ്പൊ നമ്മുടെ നാട് കാക്കുന്ന പോലീസ് സേന, നിയമപാലകര്, അവര് തയ്യാറാക്കിയ ഒരു പൂക്കൃഷിയുണ്ട്. പക്ഷെ ചെണ്ടുമല്ലി അവര് വിൽക്കാൻ വേണ്ടിയിട്ടല്ല, ഒരു കൗതുകത്തിന് വേണ്ടിയിട്ട് തയ്യാറാക്കി. ആ വിഷ്വല് നമ്മൾക്ക് എടുത്തുകൊണ്ട് തന്നത് മോജോ വഴി നമ്മുടെ അനശ്വര തന്നെയാണ്. പേരായിരുന്നു ഹൈലൈറ്റ്. അതെ, കാക്കിക്കുള്ളിലെ കർഷകർ മാത്രമല്ല, പൂക്കൾ അണ്ടർ കസ്റ്റഡി, നമ്മളങ്ങനെ പറഞ്ഞത് പൂക്കൾ അണ്ടർ അറസ്റ്റ് എന്ന രീതിയിൽ പല മാധ്യമങ്ങളും കൊടുത്തു. നമ്മൾ അതിന് ഭാഷ്യം രചിച്ചത് എങ്ങനെയാണ്: അറസ്റ്റ് ചെയ്താൽ 24 മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണം. പക്ഷേ പൂക്കർ അണ്ടർ കസ്റ്റഡിയുടെ സമയത്ത് ഏത് സമയത്ത് വേണം കോടതിയിൽ ഹാജരാക്കാം. ഈ ഓണക്കാലത്ത് നമ്മളിപ്പം തിരുവോണ സമയത്തും ആ സ്റ്റേഷൻ മുറ്റത്ത്, ചെമ്മങ്ങാട് സ്റ്റേഷൻ മുറ്റത്ത് ഇപ്പോഴും പോയാൽ വേണമെങ്കിൽ ആ പൂകൃഷി നമുക്ക് കാണാൻ പറ്റും. അണ്ടർ കസ്റ്റഡി. അപ്പൊ നമ്മള് ആ പൂക്കൾ അണ്ടർ കസ്റ്റഡി ഒന്ന് കണ്ട് തിരികെ വരാം. പൂത്തുലഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലിപ്പൂക്കൾ മഞ്ഞയും ഓറഞ്ചും നിറത്തിൽ തലയുയർത്തി കാറ്റിലാടി അവ നിൽക്കുന്നത് മനോഹരമായ കാഴ്ച തന്നെ. പൂക്കൃഷിയിൽ പുത്തൻ പരീക്ഷണം നടത്തിയ ഈ കർഷകർ എല്ലാവരും കാക്കിയിട്ടവരാണ്. അതാണ് ഈ കാഴ്ചയെ ഒന്നുകൂടി വ്യത്യസ്തമാക്കുന്നത്. കോഴിക്കോട് നഗരപരിധിയിലെ ചെമ്മങ്ങാട് പോലീസ് സ്റ്റേഷൻ വളപ്പാണ് കാണുന്നവർക്ക് കൗതുകവും അതിശയവും പകരുന്നത്. ഓണനാളുകളെ നിറമുള്ളതാക്കാനാണ് ഈ പൂക്കളൊക്കെയും ഇവർ തീർത്തത്. ചെടികളിൽ നിന്ന് പൂവിറുക്കാനും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റേഷനിൽ പരാതി പറയാനെത്തുന്നവരെ വരവേൽക്കുന്നത് ഈ ചെണ്ടുമല്ലിപ്പൂക്കളാണ്. സ്റ്റേഷൻ വളപ്പിലെ കാട് മൂടിക്കിടന്ന സ്ഥലം എഴുജന്തുക്കളുടെയും മറ്റു ക്ഷുദ്രജീവികളുടെയും താവളമായി മാറിയിരുന്നു. ഈ സ്ഥലം എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന ചിന്തയാണ് ഈ പൂക്കൃഷിയിലേക്ക് നിയമപാലകരെ നയിച്ചത്. ഈ ചെമ്മങ്ങാട് പോലീസ് സ്റ്റേഷനിലെ ഈ സ്ഥലം കാട് പിടിച്ച് കിടക്കുന്നതായിരുന്നു. അങ്ങനെ ഞങ്ങൾ ട്രാക്ടർ വെച്ചും JCB വെച്ചിട്ടും ഈ മണ്ണ് ഉഴുതിട്ട് കാട് മാറ്റിയിട്ട് പാമ്പും കൊതുകുകളൊക്കെ കംപ്ലീറ്റ് ഇവിടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഒരു കൃഷി നമ്മളെ മനസ്സിൽ തോന്നിയാണ്. നമ്മുടെ ഇൻസ്പെക്ടർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് പൂക്കൃഷി നടത്താമെന്നുള്ളത്. അങ്ങനെയാണ് നമ്മൾ ഇവിടെ 2 പോലീസുകാരുണ്ടായിരുന്നു. ഈ സിബീഷ്, ഷിജു, ഇവരാണ് ഒരു ചെറിയ കർഷകരവർ. അവരാണ് ഇതിനൊക്കെ ക്രെഡിറ്റ്, അവർക്കാണ് ഇതിൻ്റെ ക്രെഡിറ്റ് മുഴുവനുള്ളത്. സ്റ്റേഷനിലെ സമ്മർദ്ദം നിറഞ്ഞ ജോലിക്കിടയിൽ ഈ പൂക്കളുടെ കൂട്ടത്തിലേക്ക് നോക്കി നിന്നാൽ ആശ്വാസം കിട്ടുമെന്നും പോലീസുകാർ പറയുന്നു. എല്ലാവരും നിറഞ്ഞ മനസ്സോടെയാണ് ഇതിനായി ഒത്തുചേർന്നത്. 2.5 മാസം മുമ്പായിരുന്നു വിത്തിട്ടത്. നട്ടതും നനച്ചതുമെല്ലാം പോലീസുകാർ തന്നെ. ഒഴിവു സമയങ്ങളിൽ മാത്രമല്ല തിരക്കുകൾക്കിടയിലും പൂക്കൾക്കായി ഇവർ സമയം കണ്ടെത്തിയിരുന്നു. പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ പൂക്കൃഷി 100 മേനി സമ്മാനിച്ചതിനാൽ കൃഷി വിപുലമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കാക്കിയിട്ട ഈ കർഷക കൂട്ടം. പൂക്കൾ അണ്ടർ അറസ്റ്റ് എന്ന ക്ലീശേ വാക്ക് ഇവിടെ ഉപയോഗിക്കുന്നില്ല. പൂക്കൾ അണ്ടർ കസ്റ്റഡി, അതാണ് ഏറ്റവും യോജിക്കുക. കാരണം കസ്റ്റഡിയിലെടുത്താൽ കോടതിയിൽ ഹാജരാക്കുന്നതിന് സമയപരിധിയില്ല. പക്ഷേ അറസ്റ്റ് ചെയ്താൽ 24 മണിക്കൂറിനകം ഹാജരാക്കണം. ഓണക്കാലം കഴിയുന്നതുവരെ ഈ പൂക്കൾ അത്രയും ഈ സ്റ്റേഷൻ വളപ്പിനെ സജീവമാക്കിക്കൊണ്ടേയിരിക്കും. വീഡിയോ ജേർണലിസ്റ്റ് അനശ്വര വിജയനൊപ്പം രാജേഷ് പറമ്പിൽ, കോഴിക്കോട് വിഷൻ. തീർച്ചയായും ചെണ്ടുമല്ലിപ്പൂക്കൾ വിടർന്ന് വിലസി നിൽക്കുന്ന ആ വാർത്ത നിങ്ങളൊക്കെ കണ്ടു. വാർത്താപ്പൂക്കളം വഴി നിങ്ങൾ ആ വാർത്ത കണ്ടു. ഒരുപക്ഷെ ഒരു പോലീസ് സ്റ്റേഷനിൽ എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം കാക്കിക്കുള്ളിലെ കർഷകരെ പരിചയപ്പെടുത്തുന്നത്. കാരണം അഭിജിത, ശരിക്കും അങ്ങനെ തന്നെ നിങ്ങൾ മിണ്ടരുത്. കാരണം ഈ ഒരു കാര്യത്തിൽ എനിക്ക് മാത്രം, ലിജു അഗസ്റ്റിനൊപ്പം തന്നെ ജിതേഷ് ഫ്രെയിം മാറ്റരുത്. ഈ ഫ്രെയിമിൽ ഞാൻ സിംഗിളാണ് വരും. കാരണം
അനശ്വര വിജയൻ എന്ന ആ ഒരു നമ്മളെ റിപ്പോർട്ടർ, അത് കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ നിന്ന് വരുന്നു, പഠനം കഴിഞ്ഞ് വരുന്നു. അതിനുശേഷം നമ്മൾ ഇൻ്റർവ്യൂ എടുക്കുന്നു. നമ്മളെ ഡയറക്ടർമാരും ചെയർമാനും ചേർന്ന MD ചേർന്നൊരു ഇൻ്റർവ്യൂ നടത്തുന്നു. അനശ്വര വിജയനെ നമ്മൾ കണ്ടെത്തി എന്ന് പറയുന്നതിലാണ് ഈ ഓണക്കാലത്ത് നമുക്ക് വലിയ സന്തോഷം. വാർത്താപ്പുക്കളം വഴി അനശ്വര വിജയൻ മൊബൈലിൽ പകർത്തിയ വിഷ്വൽ കൂടി നിങ്ങൾ കണ്ടു. ഏതായാലും ഞാൻ മുൻകൂർ ജാമ്യം എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, ആരും എന്നോട് കെറിവിക്കേണ്ട, എന്നോട് ഓണക്കാലത്ത് നിങ്ങളൊന്നും ആ കളി വേണ്ട. ഈ ഒരു ഫ്രെയിം എൻ്റെ സ്വന്തം ഫ്രെയിമാണ്. അനശ്വരയെ ഞാൻ തന്നെ പ്രേക്ഷകർക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ വിളിക്കുന്നു. അനശ്വര വിജയൻ തത്സമയം ചേരുന്നു ഈ വാർത്താപ്പുക്കളത്തെ ഒരിക്കൽ കൂടി സജീവമാക്കാൻ. അനശ്വര, ആദ്യം ഒരു ഓണാശംസ, അതിനുശേഷം എങ്ങനെ സാധിക്കുന്നു മൊബൈൽ ഫോണിൽ ഇത്ര കൃത്യമായി വിഷ്വലുകൾ എടുക്കാൻ? ഒപ്പം ടീം കോഴിക്കോട് വിഷനൊപ്പമുള്ള അനശ്വരയുടെ എക്സ്പീരിയൻസ് കൂടി പ്രേക്ഷകർക്ക് കേൾക്കേണ്ടതുണ്ട്. അനശ്വര, തുടർന്നോളൂ. തീർച്ചയായും രാജേഷ്, അതുപോലെ തന്നെ അഭിരാമി, അഭിജിത, ഗ്രീഷ്മ എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. ടീം കോഴിക്കോട് വിഷനോടൊപ്പം ഇതെൻ്റെ ആദ്യത്തെ ഓണമാണ്. ഇൻറ്റേൺഷിപ്പ് പീരീഡിലാണ് ഞാനിപ്പോൾ ഉള്ളത്. പ്രസ് ക്ലബ്ബിൽ നിന്ന് ജേർണലിസം പൂർത്തിയാക്കി ഇൻറ്റേൺഷിപ്പ് പീരീഡിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയത്ത് തന്നെ ഒത്തിരി സ്റ്റോറികൾ എനിക്ക് ചെയ്യാൻ സാധിച്ചു. അതിന് എന്നെ മോൾഡ് ചെയ്ത രാജേഷ്, അഭിരാമി, അഭിജിത, അതുപോലെ തന്നെ ഗ്രീഷ്മ എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഒപ്പം അണിയറയിൽ പ്രവർത്തിക്കുന്ന ടീം കോഴിക്കോട് വിഷൻ്റെ എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും നന്ദി അറിയിക്കുന്നു. നമ്മുടെ മുന്നിൽ കാണുന്ന ഏതൊരു വിഷനും ഏതൊരു ചിത്രങ്ങളും നമുക്ക് പുതിയൊരു ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് മൊബൈൽ ജേർണലിസ്റ്റൂടെ സാധിക്കുന്നത്. അത് എത്രയും മനോഹരമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഒരു മൊബൈൽ ജേർണലിസ്റ്റ് എന്ന രീതിയിൽ എൻ്റെ ഈ ഒരു ഉദ്യമത്തിലൂടെ എനിക്ക് സാധിച്ചിട്ടുള്ളത്. തീർച്ചയായും എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഇവിടെ എത്തിയപ്പോൾ തന്നെ എങ്ങനെയാണ് സ്റ്റോറി ചെയ്യേണ്ടത്, എങ്ങനെയാണ് വിഷ്വൽ എടുക്കേണ്ടത് എന്നുള്ള നല്ലൊരു ഭയങ്കര രീതിയിലുള്ള ഒരു പേടിയുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ എത്രയോ മാറ്റങ്ങളാണ് ഈ ഒരു സമയത്ത് ഞാനിപ്പം മാറിയിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്. കാരണം ഒരു പേടി, അതുപോലെ തന്നെ എങ്ങനെ സ്റ്റോറി എഴുതണം, അതിൽ നിന്നൊക്കെ ആ ഒരു രീതിയിലേക്ക് ഞാനിപ്പോൾ നമ്മുടെ ചാനലിന് എങ്ങനെയാണോ വേണ്ടത് ആ ഒരു രീതിയിലേക്ക് മാറാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒപ്പം കോഴിക്കോട് വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ടീം അംഗങ്ങൾക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. നന്ദി. തീർച്ചയായും വലിയ സന്തോഷം നൽകുന്ന കാര്യം. കാരണം ഹൗ ക്യാൻ മേക്ക് എ ജേർണലിസ്റ്റ്, എങ്ങനൊരു വാർത്താ അവതാരകരെ, മാധ്യമപ്രവർത്തകർ വാർത്തെടുക്കാം എന്നതിൻ്റെ ഒരു ദൃഷ്ടാന്തം കൂടി അനശ്വര എക്സ്പീരിയൻസ് പറയുന്നു. യഥാർത്ഥത്തിൽ ഒരു മാധ്യമ സ്ഥാപനത്തിനെ ഈ ഓണക്കാലം ഏറ്റവും മനോഹരമാക്കുന്നത് ഇത്തരം ഞങ്ങളുടെ ചില പുതിയ കണ്ടെത്തലുകൾ കൂടിയാണ്. ഈ ഇടവേള കൂടി ഞാൻ തന്നെ പറയും. ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്താപ്പൂക്കളം തിരികെ എത്തും. ഇപ്പോൾ കേരള വിഷൻ ഇന്റർനെറ്റ് എടുക്കും, അതും ഫ്രീ ആയി. എല്ലാവർക്കും ഇന്റർനെറ്റ്, എല്ലാ വീട്ടിലും ബ്രോഡ്ബാൻഡ് കണക്ഷൻ. എത്രയും പെട്ടെന്ന് കണക്ഷൻ എടുക്കും, ഹൈ സ്പീഡ് ഇന്റർനെറ്റ് ആസ്വദിക്കും. ഉടൻ തന്നെ നിങ്ങളുടെ തൊട്ടടുത്ത കേരള വിഷൻ കേബിൾ ഓപ്പറേറ്ററുമായി ബന്ധപ്പെടുക. നേടൂ സൗജന്യമായ ഇന്റർനെറ്റ് കണക്ഷൻ, നിബന്ധനകൾക്ക് വിധേയമായി. ഏതായാലും അനശ്വര വിജയൻ എന്ന ആ ഒരു ഞങ്ങൾ കണ്ടെത്തിയ ആ മിടുക്കിയുടെ ആ വിശേഷങ്ങൾ പ്രേക്ഷകർ കണ്ടു. അനശ്വര പറഞ്ഞ, എനിക്ക് തോന്നുന്നു ആ ഗ്രാമീണ ഭംഗിയിൽ നിന്നും അനശ്വര സംസാരിച്ചു. ഓണക്കാലത്ത് സജീവമാക്കുന്ന ഒരു ദൃശ്യം നൽകി. ഒപ്പം തന്നെ ഒരു മാധ്യമ സ്ഥാപനം ഹൗ ക്യാൻ മേക്ക് എ ജേർണലിസ്റ്റ്, എങ്ങനെയാണ് ഒരു മാധ്യമ സ്ഥാപനം ജേർണലിസ്റ്റിനെ മോൾഡ് ചെയ്യുക എന്നതിൻ്റെ ദൃഷ്ടാന്തം കൂടിയായി അനശ്വര ഞങ്ങൾ ഈ ഓണക്കാലത്ത് പ്രേക്ഷകർ പരിചയപ്പെടുത്തുന്നു. വളരെ മിടുക്കിയായി മൊബൈൽ ഫോൺ ഉപയോഗിച്ച് മാത്രം ദൃശ്യങ്ങളെടുത്ത് പകർത്തി പ്രേക്ഷകർ വാർത്തകളും വിശേഷങ്ങളും അറിയിക്കുന്നു. ഈ ഫ്രെയിമിലും കൂടി ഞാൻ, അതിനുശേഷം നിങ്ങൾ മൂന്നാളും ചേർന്നോളൂ, ദയവായി സംസാരിക്കല്ല പ്ലീസ്. ഏതായാലും ഒരു വാർത്ത കൂടി എനിക്ക് കൃത്യമായി എത്തിക്കേണ്ടതുണ്ട്. കാരണം ഈ വാർത്ത ചെയ്തത് അഭിരാമിയാണ്. വറുത്തപ്പേരി ശർക്കരപ്പേരി ഭക്ഷണപ്രിയരാണെന്ന് ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഈ മൂന്ന് താരങ്ങളും കൃത്യമായി സദ്യ ഒരുക്കുന്ന കുടുംബത്തിൽ ഇടപെടുന്ന ആളുകളാണ്. അപ്പോൾ വറുത്തപ്പേരി ശർക്കരപ്പേരി മലയാളിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത വിഭവം തന്നെയാണ്. ആ ഇലയിൽ അത് കണ്ടിട്ടില്ലെങ്കിൽ ഒരിക്കലും ഒരു ഓണസദ്യ പൂർണ്ണമാകില്ല. പക്ഷേ ഇത്തവണ കായ വറുത്തതിനും ശർക്കരപ്പേരിക്കും ഒരുപാട് വില കൂടിയിട്ടുണ്ട്. ആ വിലക്കയറ്റം തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. പക്ഷേ വാഴക്കക്ക്, നമ്മളങ്ങനെയാണ് പറയാം, പ്രാദേശിക വാഴക്കക്ക് വില കുറവാണ്. പക്ഷേ ശർക്കരപ്പേരിക്ക് വറുത്തപ്പേരി വില കൂടുതലാണ്. അഭിരാമി തന്നെ തയ്യാറാക്കിയ ആ റിപ്പോർട്ട്, അഭിരാമി വിത്ത് യുവർ പെർമിഷൻ, ആ റിപ്പോർട്ട് കണ്ട ശേഷം
നമുക്ക് വളരെ പെട്ടെന്ന് തിരികെ എത്താം. അതിനുശേഷം ബാക്കി വിശേഷങ്ങൾ പ്രേക്ഷകരിലെത്തും. ഏത്തയ്ക്ക ഉപ്പേരി കിലോയ്ക്ക് 380 രൂപയും ശർക്കര ഉപ്പേരിക്ക് 390 രൂപയ്ക്കും മുകളിലോട്ടുമാണ് വില. ഉപ്പേരി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന എണ്ണയും ബ്രാൻഡുകൾക്കനുസരിച്ചുമാണ് വില നിശ്ചയിച്ചിരിക്കുന്നത്. തിരുവോണം അടുക്കുന്നതോടെ ഡിമാൻഡ് കൂടുന്നതിനാൽ വിലയിൽ മാറ്റം വരുമെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. ഓൺലൈനിലും ഉപ്പേരി ലഭ്യമാണെങ്കിലും വില കൂടുതലാണ്. കായ വറുത്തതിനു ശർക്കര വരട്ടിക്കും പുറമെ പഴം, കപ്പ, ഉരുളക്കിഴങ്ങ് എന്നിവയുടെ ചിപ്സിനും ഓണം പ്രമാണിച്ച് ആവശ്യക്കാർ ഏറെയുണ്ട്. അതേസമയം ഓണം അടുത്തെത്തിയിട്ടും നേന്ത്രക്കായുടെ വില ഉയർന്നിട്ടില്ല. 1 മാസം മുമ്പ് വരെ 50 രൂപ മുതൽ 60 രൂപ വരെ വില കിട്ടിയിരുന്ന നേന്ത്രക്കായ്ക്ക് ബുധനാഴ്ച 38 മുതൽ 42 രൂപയായി കുറഞ്ഞു. 50 രൂപയ്ക്കാണ് ചില്ലറ വിൽപ്പന. കഴിഞ്ഞുപോയ ഓണക്കാലത്തെ അപേക്ഷിച്ച് റെക്കോർഡ് വിലയിടിവാണ് ഇത്തവണ. ഞാലിപ്പൂവനും പാളയംകോടനും നേരിയ വില വർധനവുണ്ട്. പാളയംകോടന് 40ഉം ഞാലിപ്പൂവന് 80 രൂപയുമാണ് മൊത്തവില. തമിഴ്നാട്ടിലെ സത്യമംഗലം, മേട്ടുപ്പാളയം, പുളിയാമ്പെട്ടി, അണ്ണൂർ ഭാഗങ്ങളിൽ നിന്ന് വാഴക്കുലകൾ ധാരാളമായി എത്തിയതാണ് വിലയിടിയാൻ കാരണമായത്. തിരുവോണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വില ഉയരാനുള്ള സാധ്യത കുറവാണ്. അതേസമയം ഏത്തയ്ക്ക വില ഇടിഞ്ഞിട്ടും കായ വറുത്തതിന്റെ വിലയിൽ കുറവൊന്നുമില്ല. കനത്ത മഴയിലും കാറ്റിലും നേന്ത്രവാഴ കൃഷി വ്യാപകമായി നശിച്ചതോടെ ജില്ലയിൽ നാടൻ നേന്ത്രക്കായും കാണാനില്ല. സാധാരണ ഓണത്തോടനുബന്ധിച്ച് ഉപ്പേരി വിപണി സജീവമാകുന്നതോടെ സ്വാഭാവികമായും നാടൻ പച്ചക്കായ്ക്ക് ആവശ്യം കൂടേണ്ടതായിരുന്നു. കനത്ത മഴയിലും കാറ്റിലും നേന്ത്രവാഴ കൃഷി വ്യാപകമായി നശിച്ചതിനാൽ ഇത്തവണ പ്രാദേശിക നേന്ത്രക്കായകൾ പൊതുവെ കുറവാണ്. ന്യൂസ് ഡെസ്ക്, കോഴിക്കോട് വിഷൻ. ഏതായാലും വാർത്താപ്പൂക്കളം അതിൻ്റെ ഘട്ടങ്ങൾ ഓരോന്ന് പിന്നിടുന്നു. 4 ഘട്ടങ്ങളായിട്ടാണ് ഞങ്ങൾ പ്രേക്ഷകരെ വിശേഷങ്ങളൊക്കെ അറിയിക്കുന്നത്. ഈ ഘട്ടത്തിൻ്റെ ഒരു ഇടവേള ഞാൻ തന്നെ പറയുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്താപ്പൂക്കളത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ, മറ്റു വിശേഷങ്ങൾ പ്രേക്ഷകർ കാണാം.